വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനുള്ള ഈ കറി ഉണ്ടാക്കിയത് കൈപ്പയ്ക്ക കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നമുക്കൊന്ന് നോക്കാമല്ലേ. കൈപ്പയ്ക്കയുടെ കൂടെ ഈ പച്ചക്കറികളും കൂടി ചേർത്ത് നമുക്ക് ഈ കറീനെ ഒന്നുകൂടി സ്വാദിഷ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കൈപ്പയ്ക്കേനെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പ് നന്നായി കഴുകി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് വാട്ടി വെച്ച കൈപ്പയ്ക്ക, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ 3 സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം. അത് വേവണ സമയം കൊണ്ട് എണ്ണയിൽ ഒരു 4-5 ചുമന്ന മുളക് ഒന്ന് വറുത്തെടുക്കാം. ഈ കഷ്ണം കുക്കറിൽ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇതുപോലെ കുറച്ച് പുളി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. പുളി ഒന്ന് തിളച്ച് വേവണ സമയം കൊണ്ട് തേങ്ങയിൽ ചുമന്ന മുളകും 2 ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് മിനുമിനുക്കൻ അരച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നാൽ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കൂടി ഒരു വറവും കൂടി ഇട്ട് കൊടുക്കാം. കൈപ്പയ്ക്കയുടെ ഗുണമായ കയ്പ്പ് തീരെ അറിയാത്ത ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അത്. എന്നാൽ പിന്നെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.